വെൽക്കം ഞങ്ങളുടെ ചങ്ങനാശ്ശേരി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോസ്മോസ് നമ്മുടെ പുറകിലിട്ട് ഇവിടെ അപ്പൊ നമ്മൾ ആലപ്പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആലപ്പുഴയ്ക്ക് പോകുന്നതിന്റെ അവിടെ ചങ്ങനാശ്ശേരി ആലപ്പുഴ തിരിയുന്ന റൂട്ടുണ്ട്. ഭയങ്കര സൂപ്പർ റൂട്ടാണ്. കാരണം അവിടുന്ന് എനിക്ക് തോന്നുന്നു ആലപ്പുഴ വരെ ഒരു സ്ട്രെയിറ്റ് പാത്താന്ന് തോന്നുന്നു, ഒരു ഹൈവേ. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. സൂപ്പർ വഴിയാണ്, നല്ല രസമുണ്ട്. വഴിയോര കാഴ്ചകളും അടിപൊളിയാണ്. പൂവാന്ന് എനിക്ക് എനിക്കറിയത്തില്ല. കണ്ടങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേക കണ്ടം പൂവാന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. നീലക്കുറിഞ്ഞ് പൂത്ത് ഭയങ്കര വെറൈറ്റി ഫീലാണ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കണ്ടാ അറിയാം. നോക്കി ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തല്ലേ അവരെ. ഇങ്ങനെ പരന്ന് കിടക്കുവല്ലേ. രാവിലെ എവിടെ പോകുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞായറാഴ്ച. അപ്പം ഞങ്ങൾ 2 സ്ഥലങ്ങളായിരുന്നു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. ഒന്ന് എറണാകുളം, പിന്നെ ഒന്ന് ആലപ്പുഴ. അപ്പോൾ ആലപ്പുഴയ്ക്ക് പോകണം, എറണാകുളത്ത് പോകണം. ഈ 2 ജില്ലയിൽ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോകാമെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനിങ് എവിടെ പോകണമെന്ന് ഇങ്ങനെ കൺഫ്യൂഷനിൽ നിന്ന് അവസാനം ഏലപ്പാറ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ബോർഡ് കണ്ടു. ഒന്ന് എറണാകുളത്ത് പോകുന്നതും ഒരെണ്ണം ആലപ്പുഴയ്ക്ക് പോകുന്നതും. അപ്പോൾ ആലപ്പുഴ പോകാം എന്ന് പെട്ടെന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് അതിമനോഹരമായ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു. ആ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെയും ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പൊക്കെ ചെയ്യാതെ ഒന്ന് കാണുക. അതിമനോഹരമായ ഒരുപാട് ഗ്രാമഭംഗികളെല്ലാം ഈ വീഡിയോയിലുണ്ട്. പിന്നെ കായലിൽ കിടക്കുന്ന ആ പായലിൻ്റെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ്. ഒരു പ്രത്യേകതരം പൂവൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടു. കായലിൽ അതിമനോഹരമായ ഒരുപാട് പാലങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഈ പോകുന്ന വഴിക്ക്. ചങ്ങനാശ്ശേരി ആലപ്പുഴ വഴിയാണിത്. അതിമനോഹരമായ വഴിയാണ്. കണ്ടില്ല, ആ പൂവൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, എന്താ ഭംഗിയല്ലേ. അപ്പോൾ ആ കാഴ്ചയൊക്കെ ഈ ഒരു വീഡിയോയിലുണ്ട്. നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഇവിടെ കുറെ പട്ടിക്കുട്ടികളെ കണ്ടു. നമ്മളെ വണ്ടി വളഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ എങ്ങനെ പോവെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നോക്കത്താ ദൂരത്തോളം കൃഷികൾ നെൽപ്പാടങ്ങളാണ്. കായലാണ്. കായൽ ഇങ്ങനെ ഇത് കയറിയിട്ട് ഒരു തരത്തിലുള്ള ആൽഗയാണ് ഇത്. നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ ഓരോ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആലപ്പുഴയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതിമനോഹരമായ നെൽപ്പാടങ്ങളും അതുപോലെ കായലുകളുടെ അപ്പുറം ഇപ്പുറമായിട്ടുള്ള കൊച്ചു കൊച്ചു കുഞ്ഞു വീടുകളും പിന്നെ കായലിൻ്റെ അക്കരയ്ക്ക് പോകാനുള്ള പാലങ്ങളും ഒക്കെ കൊണ്ട് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ആലപ്പുഴ ട്രിപ്പിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. ആ പൂക്കളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. പുഴയ്ക്ക് നടുവിലൂടെ ഒരുപാട് പാലങ്ങളുണ്ട്. അപ്പോൾ ഒരു പാലത്തിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങി ഈ വീഡിയോ ഒക്കെ ചിത്രീകരിച്ചതിന് ശേഷമാണ് യാത്ര തിരിച്ചത്. ഇവിടെ നമ്മളൊരു പാലം കണ്ട് നമ്മൾ ആ പാലത്തിന്റെ മുകളിൽ കയറി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. പച്ച പുതപ്പണിഞ്ഞ് നിൽക്കുന്ന പുഴ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ. കൂട്ടത്തോടെ ഇത് പൂത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമ്മുടെ നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത് നിൽക്കുന്ന നമ്മുടെ മൂന്നാറിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അതിമനോഹരമാണിത് കാണാൻ തന്നെ. ഇങ്ങനെ ഈ പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന കാണുമ്പോൾ നമ്മളവർക്കും കായലിന് വലിയ ആഴമൊന്നുമില്ല എന്നൊക്കെ ഓർത്ത് നമ്മൾ ചാടാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ അബദ്ധമായിരിക്കും. അപ്പം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു, നമ്മൾ ഏത് വ്യൂ പോയിൻറ്റുകളിൽ പോയി കഴിഞ്ഞാലും നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് മാത്രമേ എന്തായാലും അഭ്യാസം കാണിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ മുന്നോട്ട് നീങ്ങി
നമ്മുടെ ആലപ്പുഴ എന്ന് കേട്ട് കഴിയുമ്പോഴും നമുക്ക് കൂടുതലും നെൽകൃഷിയും അതുപോലെ ഹൗസ് ബോട്ടും പുഴയും ഒക്കെയാണല്ലോ ഓർമ്മ വരുന്നത്. അപ്പോൾ അതിമനോഹരമായ ആ കാഴ്ചകളൊക്കെ തപ്പിയാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. അപ്പം ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നമ്മളെ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഒരു കമൻ്റ് ഇടുക. അപ്പം നമുക്ക് തരാൻ പറ്റുന്ന അതൊക്കെയുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. അപ്പോൾ ആ കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. കപ്പലെന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട് അതിമനോഹരമായ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ടായിരുന്നു. എല്ലാ ഹൗസ് ബോട്ടിനും ഓരോ പേരുണ്ടായിരുന്നു. അപ്പം രാജമാണിക്യം, അതുപോലെ ഓരോ പുഴകളുടെ പേരുകൾ ഒക്കെ ആയിരുന്നു കപ്പലുകൾക്കൊക്കെ. അപ്പോൾ കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കാണാം. കപ്പലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ ആലപ്പുഴ ബീച്ചിലേക്കാണ് പോയത്. അപ്പം ബീച്ചിൻ്റെ വിശേഷങ്ങളുമായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ ആലപ്പുഴയിലെ, അതിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ ഈ കാഴ്ച നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ ഒരു ആനക്കുട്ടി കാണും. ആനക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ KSRTC തന്നെയാണ്. അവൻ്റെ ആ വരവ് കണ്ടില്ലേ, എന്താല്ലേ ഭംഗി. ഓരോ യാത്രയും നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ അതിമനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണാൻ ഇന്ന് തന്നെ പുറപ്പെട്ടുകൊള്ളുക. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ കാണുന്നതിലൂടെ നമ്മുടെ മനസ്സിനും കണ്ണിനും എല്ലാം ഒരു മാറ്റം കൊണ്ടുവരും. നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണെങ്കിൽ, ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുക. നമ്മുടെ കയ്യിലെ കാശിന് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക, അവിടുത്തെ കാഴ്ചകൾ കാണുക, അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുക. അതിമനോഹരമായ ഈ കാഴ്ചകളൊക്കെ കാണാൻ നമ്മൾ അടുത്ത വർഷം ഉണ്ടാകുമോ എന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള യാത്രകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ വളരെ മനോഹരമായ കാഴ്ചകൾ, ഹൗസ് ബോട്ടുകൾ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെയൊക്കെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു ആലപ്പുഴ ബീച്ചിലേക്ക്. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറിയ ഒരു യാത്ര ഒരു ദിവസം ഉണ്ടായിരിക്കുമെന്നാണ്. ആ ഒരു വീഡിയോയ്ക്കായി എല്ലാവരും കാത്തിരിക്കുക. അത് ഉടനെ കാണത്തില്ല, എന്നാലും ഒരു ദിവസം നമ്മൾ ഹൗസ് ബോട്ടിൽ കയറി ഒരു യാത്ര നടത്തിയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുവാനും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.